തിരുയാഗമായി അണിചേരുവിൻ ജനമേ. അതിശ്രേഷ്ഠമി തിരുപൂജയിൽ ഭയമോടെ ആദരവാ അനുതാപമാർന്നണയാ അതിമോഹനം പരിപൂജിതം ബലിതൻ സമയം. ബലിവേദിയിൽ തിരുയാഗമായി അണിചേരുവിൻ ജനമേ. അതിശ്രേഷ്ഠമി തിരുപൂജയിൽ ഭയമോടെ ആദരവാ. ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, ദിവ്യബലി അർപ്പണത്തിനായിട്ട് നമുക്കൊന്നു ചേരുന്ന ഈ സമയം നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. പുതിയൊരു പ്രഭാതം, പുതിയൊരു ദിവസം നൽകി ദൈവത്തിന് നന്ദി പറയാം. ഇന്നേ ദിവസത്തെ എല്ലാ പ്ലാനുകളും പദ്ധതികളും ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് നമ്മോട് പ്രാർത്ഥനകൾ ആവശ്യപ്പെട്ടിരിക്കുന്നവരെ നമുക്ക് പ്രത്യേകമായിട്ടും ഓർക്കാം. ജന്മദിനം ആഘോഷിക്കുന്ന ജോസഫ് കുര്യന് വേണ്ടി, സിസ്റ്റർ ജിൻസി DSFS വേണ്ടി പ്രാർത്ഥിക്കാം. റോബിൻസൺ പെരേരയുടെയും ആൻ്റണി പുളിക്കലിൻ്റെയും ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഫ്രാൻസിസ് സേവ്യറിൻ്റെ കുടുംബത്തിന് വേണ്ടി, അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ വേർപിരിഞ്ഞു പോയ അനീഷച്ചൻ്റെ ആത്മശാന്തിക്ക് വേണ്ടിയും പ്രത്യേകമായി ഈ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ഷോയിൽ സ്നേഹം നിറഞ്ഞവരെ, നിത്യാദ്യ വായനയിൽ കൊറിന്തോസിലുള്ള സഭയിലേക്ക് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, മക്കദോനിയയിലെ സഭയുടെ മാതൃക അനുസരിച്ച് കാരുണ്യ പ്രവൃത്തികളിൽ കൂടുതലായിട്ട് വ്യാപരിക്കുവിൻ. കാരണം കർത്താവ് തന്നെ ദരിദ്രനാക്കിയത് നമ്മളെ സമ്പന്നനാക്കുവാൻ വേണ്ടിയാണ്. നമ്മുടെ ഓരോ പങ്കുവയ്പ്പിലും നമ്മൾ ദരിദ്രരാകുന്നു എന്ന് നമ്മൾ വിചാരിക്കരുത്. കാരണം കർത്താവ് നമ്മളെ തന്നെ ദരിദ്രരാക്കിയതുപോലെ നമ്മളും മറ്റുള്ളവരെ സമ്പന്നതയിലേക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുകയാണ്. ഈ ദിവ്യബലിക്കായിട്ട് നമ്മൾ ഒരുങ്ങുന്ന നിമിഷം നമുക്ക് ആത്മശോധന ചെയ്യാം. കർത്താവിനെ അനുകരിക്കുവാൻ, ഈശോയെ ജീവിക്കുവാൻ, കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുവാൻ, മറ്റുള്ളവരെ അവരുടെ ദാരിദ്ര്യത്തിൽ സഹായിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരങ്ങൾ നമ്മൾ എത്രമാത്രം പാഴാക്കിയിട്ടുണ്ട്. ദൈവസ്നേഹത്തിനെതിരായും സഹോദര സ്നേഹത്തിനെതിരായും ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് മനസ്തപിക്കാം, മാപ്പപേക്ഷിക്കാം. വിചാരത്താലും വാക്കുകളാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും അറിഞ്ഞുമറിയാതെയും ചെയ്തു പോയ പാപങ്ങൾ കർത്താവെ പുറത്ത് ഈ ദിവ്യബലി യോഗ്യതയോടെ അർപ്പിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ, വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ ശക്തി കേന്ദ്രമായ ദൈവമേ, ഞങ്ങളുടെ അപേക്ഷകൾ കനിവാർന്ന് ശ്രവിക്കണമേ. നശ്വരമായ ബലഹീനതയ്ക്ക് അങ്ങേ കൂടാതെ
ഒന്നും തന്നെ ചെയ്യാൻ കഴിയാത്തതിനാൽ അങ്ങേ കൃപയുടെ സഹായം എപ്പോഴും നൽകണമേ. അങ്ങേ കൽപ്പനകൾ പിഞ്ചെന്ന് ചിന്തയിലും പ്രവൃത്തിയിലും അങ്ങേ ഞങ്ങൾ പ്രസാദിപ്പിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഒന്നാം വായന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കോറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, മക്കെദോനിയയിലെ സഭകളിൽ വർഷിക്കപ്പെട്ട ദൈവകൃപയെക്കുറിച്ച് നിങ്ങൾ അറിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്തെന്നാൽ ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിൽ അവരുടെ സന്തോഷാധിക്യവും കൊടിയ ദാരിദ്ര്യവും ഉദാരതയുടെ സമ്പത്തായി കരകവിഞ്ഞൊഴുകി. അവർ തങ്ങളുടെ കഴിവനുസരിച്ചും അതിൽ കവിഞ്ഞും തുറന്ന മനസ്സോടെ ദാനം ചെയ്തെന്ന് സാക്ഷ്യപ്പെടുത്താൻ എനിക്ക് സാധിക്കും. വിശുദ്ധരെ ശുശ്രൂഷിക്കുന്നതിനുള്ള ഭാഗ്യത്തിൽ തങ്ങളെ കൂടി ഭാഗവാക്കുകളാക്കണമെന്ന് അവർ ഞങ്ങളോട് തീവ്രമായി അപേക്ഷിച്ചു. ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് പോലെ ആയിരുന്നില്ല. പ്രത്യുത ആദ്യം തന്നെ അവർ തങ്ങളെ തന്നെ കർത്താവിനും ദൈവഹിതമനുസരിച്ച് ഞങ്ങൾക്കും സമർപ്പിച്ചു. അതനുസരിച്ച് തിത്തോസ് നിങ്ങളുടെ ഇടയിൽ ആരംഭിച്ചിട്ടുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ ഞങ്ങൾ അവനോട് അഭ്യർത്ഥിച്ചു. നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും വിശ്വാസത്തിലും പ്രഭാഷണത്തിലും വിജ്ഞാനത്തിലും സമ്പൂർണമായ ഉത്സാഹത്തിലും ഞങ്ങളോടുള്ള സ്നേഹത്തിലും മികച്ചു നിൽക്കുന്നത് പോലെ ഈ കാരുണ്യ പ്രവർത്തനങ്ങളിലും മികച്ചു നിൽക്കുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുകയല്ല, നിങ്ങളുടെ സ്നേഹം യഥാർത്ഥമാണെന്ന് മറ്റുള്ളവരുടെ ഉത്സാഹത്തിലൂടെ തെളിയിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി, തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക, എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക. ആയുഷ്കാലം അത്രയും ഞാൻ കർത്താവിനെ സ്തുതിക്കും. ജീവിതകാലം മുഴുവൻ ഞാൻ എൻ്റെ ദൈവത്തിന് കീർത്തനം പാടും. എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക, എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക. യാക്കോബിൻ്റെ ദൈവം തുണയായിട്ടുള്ളവൻ, തൻ്റെ ദൈവമായ കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്നവൻ ഭാഗ്യവാൻ. അവിടുന്നാണ് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിച്ചത്. അവിടുന്ന് എന്നേക്കും വിശ്വസ്തനാണ്. എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക, എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക. മർദ്ദിതർക്ക് അവിടുന്ന് നീതി നടത്തിക്കൊടുക്കുന്നു, വിശക്കുന്നവർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. കർത്താവ് ബന്ധിതരെ മോചിപ്പിക്കുന്നു. എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക, എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക. കർത്താവ് അന്ധരുടെ കണ്ണു തുറക്കുന്നു, അവിടുന്ന് നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു. അവിടുന്ന് നീതിമാന്മാരെ സ്നേഹിക്കുന്നു. കർത്താവ് പരദേശികളെ പരിപാലിക്കുന്നു, വിധവകളെയും അനാഥരെയും സംരക്ഷിക്കുന്നു. എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക, എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ. കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. ഹല്ലേലൂയ. സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനേ, കൈകൂപ്പി വണങ്ങിടാൻ. സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനേ, കൈകൂപ്പി വണങ്ങിടാൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 5, തിരുവചനങ്ങൾ 43 മുതൽ. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യിക്കുകയും ചെയ്യുന്നു. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക?
ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിജാതീയരും അത് തന്നെ ചെയ്യുന്നില്ലേ? അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, ഒരുപക്ഷെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകിയ ഏറ്റവും കട്ടിയായ ഒരു പ്രബോധനമായിരിക്കാം ഇത്. അല്ലെങ്കിൽ ലോകത്തിൻ്റെ കണ്ണിൽ തന്നെ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തൊരു കാര്യമായിരിക്കാം ഇത്. എന്നാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാന മൂല്യം ഇത് തന്നെയാണ്. ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കുക. അങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിട്ട് തീരുന്നത്. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് മലയിലെ പ്രസംഗത്തിൽ ഈശോ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ക്വാളിറ്റി ആയിട്ട്, ഗുണമായിട്ട് എടുത്തു പറയുന്നത് എന്താണ്? അവിടുന്ന് എല്ലാവരോടും ഒരേപോലെ തന്നെ പെരുമാറുന്നു. ആരോടും തിരിച്ചു വ്യത്യാസം കാണിക്കാതെ, വേർതിരിവില്ലാതെ, വകതിരിവില്ലാതെ എല്ലാവരും ഒരേപോലെ സ്നേഹിക്കുന്നു. എല്ലാവരുടെ മേലും ഒരേപോലെ കാരുണ്യം വർഷിക്കുന്നു. നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യ്ക്കുന്നു. ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുന്നു. അപ്പോൾ ശത്രുക്കളെ നിങ്ങൾ സ്നേഹിക്കുക, പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ കർത്താവ് എന്താണ് ഉദ്ദേശിക്കുന്നത്? അയൽക്കാരനെ ഓഫ് കോഴ്സ് നമ്മൾ സ്നേഹിക്കണം. അതോടൊപ്പം തന്നെ നമ്മളെ വേദനിപ്പിക്കുന്നവരുണ്ട്, നമ്മളെ പലതരത്തിൽ ബുദ്ധിമുട്ടിക്കുന്നവരുണ്ട്, നമ്മൾക്ക് മുറിവുകൾ തരുന്നവരുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് നോക്കുവാൻ ഏറ്റവും ഉദാത്തമായ മാതൃകയായിട്ടുള്ളത് ക്രൂശിതനായ കർത്താവിനെയാണ്. പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഏറ്റവും മനോഹരമായിട്ട് തെളിയിച്ചു തന്നത്, ശത്രുക്കളെ എങ്ങനെ സ്നേഹിക്കണമെന്ന് ഏറ്റവും മനോഹരമായിട്ട് കാണിച്ചു തന്നത് ഈശോ തന്നെയാണ്. കുരിശിൽ കിടന്നുകൊണ്ട് തൻ്റെ കൈകാലുകൾ കുരിശുമരത്തിൽ ചേർത്ത് തറച്ചവരോട് കർത്താവ് അവരെ ഒരിക്കലും ശപിക്കുന്നില്ല, അവരോട് ദേഷ്യപ്പെടുന്നില്ല, അവരെ പ്രാകുന്നില്ല. കർത്താവ് എന്താ പറയുന്നത്? പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ. അതായത് ഞാൻ പോലും പിതാവ് ഇവരോട് ക്ഷമിക്കുന്നു, ഇനി പിതാവായ ദൈവമേ അങ്ങ് ഇവരോട് ക്ഷമിക്കണമേ, കാരണം ഇവർ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോകുന്നതാണ്. പ്രിയപ്പെട്ടവരെ, സ്നേഹം എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥമായ ആഴവും അർത്ഥവും നമ്മൾ മനസ്സിലാക്കണം. സ്നേഹം എന്ന് പറയുന്നത് ഇഷ്ടപ്പെടുക എന്നുള്ളത് മാത്രമല്ല. സ്നേഹം എന്ന് പറയുന്നത് കൂട്ടുകൂടുക എന്നുള്ളതല്ല. സ്നേഹം എന്ന് പറയുന്നത് അതിലും ഉപരിയായി സ്വയം ഇല്ലായ്മയിൽ നിന്ന്, സ്വയം ഇല്ലാതായിക്കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി തങ്ങളെ തന്നെ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ആഴമായ സ്നേഹമെന്ന് ഈശോ പഠിപ്പിച്ചു. ഒരുപക്ഷെ ഞാൻ ശത്രുവായി കണക്കാക്കുന്ന ഒരു വ്യക്തി ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഒരാളായിരിക്കാം, മോശമായ പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന ഒരാളായിരിക്കാം, സമൂഹത്തിൻ്റെ മുൻപിലും ലോകത്തിൻ്റെ മുൻപിലും തന്നെ വളരെ നിന്ദ്യനും അപഹാസ്യനുമായൊരു വ്യക്തിയായിരിക്കാം. അപ്പം നാച്ചുറലായിട്ട് നമ്മൾ ചോദിക്കും, ഇങ്ങനൊരു വ്യക്തിയെ ഞാൻ എങ്ങനെ സ്നേഹിക്കണം? ഇങ്ങനൊരു വ്യക്തിയെ സ്നേഹിക്കുന്നത് തെറ്റല്ലേ? അത് ആ വ്യക്തി തെറ്റ് ചെയ്യുന്ന ഒരാളാണ്, ഒരുപക്ഷെ ഒരു കൊലപാതകിയാണ്, ഒരുപക്ഷെ അതിലും വളരെ മോശമായ ജീവിതം നയിക്കുന്ന ഒരാളാണ്. അപ്പോൾ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവ് എന്താ ഉദ്ദേശിക്കുന്നത്? കർത്താവ് എന്താ ഇവിടെ പറയുന്നത്? സ്വർഗസ്ഥനായ പിതാവ് എല്ലാവരോടും ഒരുപോലെ വർത്തിക്കുന്നു. സ്നേഹം എന്ന് പറയുന്നത് മറ്റൊരാളുടെ നന്മയ്ക്ക് വേണ്ടി, മറ്റൊരാളുടെ രക്ഷയ്ക്ക് വേണ്ടി, മറ്റൊരാളെ ദൈവസ്നേഹത്തിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി സ്വയം ഇല്ലാതാവുക എന്നുള്ളതാണ് യഥാർത്ഥമായ ആഴമേറിയ സ്നേഹം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവ് എന്നോട് നിങ്ങളോട് പറയുന്നത് ഇതുപോലെയാണ്. ഒരാളെയും മുൻവിധിയോടെ കാണാതിരിക്കുക. പക്ഷേ ഒരു വ്യക്തി പാപിയായിരിക്കാം, ആ പാപത്തിൻ്റെ പേരിൽ ഒരു വ്യക്തിയെ നീ വെറുക്കരുത്. പാപത്തെ തള്ളിക്കളയുക, പാപത്തെ വെറുക്കുക, പക്ഷേ പാപിയെ സ്നേഹിക്കുക. ഒരുപക്ഷെ ലോകത്തിൻ്റെ സന്നിധിയിൽ, ലോകത്തിൻ്റെ മുൻപിൽ പാപം ചെയ്യുന്ന, തെറ്റിലകപ്പെട്ടിരുന്ന ഒരു വ്യക്തിയോട് ആ വ്യക്തിക്ക് ഒരു ആവശ്യം വരുമ്പോൾ സഹായിക്കുവാൻ നീ തയ്യാറാകുന്നിടത്താണ് യഥാർത്ഥമായ സ്നേഹം വരുന്നത്. ആ വ്യക്തിയുടെ നന്മയ്ക്ക് വേണ്ടി, ആ വ്യക്തിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി നിന്നാൽ കഴിയും വിധം നീ പ്രവർത്തിക്കുന്നിടത്താണ് യഥാർത്ഥമായ സ്നേഹം വരുന്നത്. അവിടെയാണ് ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് കർത്താവ് പറയുന്നതിന് യഥാർത്ഥമായ പൊരുൾ നമുക്ക് ജീവിക്കാൻ സാധിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മുടെ പാപങ്ങൾക്കപ്പുറം, നമ്മുടെ തെറ്റുകൾക്കപ്പുറം നമ്മളെ സ്നേഹിച്ച് തൻ്റെ സന്നിധാനത്തിലേക്ക്, സ്നേഹത്തിലേക്ക് നമ്മളെ ചേർക്കുന്ന പിതാവായ ദൈവമാണ് നമുക്കുള്ളത്. ധൂർത്തപുത്രൻ്റെ ഉപമയിലെ ധൂർത്തപുത്രനാണ് ഞാൻ എന്ന് നമുക്ക് ഓരോരുത്തർക്കും ബോധ്യമുണ്ടെങ്കിൽ എൻ്റെ ചുറ്റുമുള്ളവരെ ആരെയും സ്നേഹിക്കാനോ ആദരിക്കാനോ എനിക്ക് യാതൊരു മടിയുണ്ടാവത്തില്ല.
കാരണം അതിനേക്കാൾ ദുർഭകനായ ഒരു വ്യക്തി, പാപിയായ ഒരു വ്യക്തിയാണ് ഞാനെന്ന് എനിക്കറിയാം. ഒരുപക്ഷെ ലോകം അത് കാണുന്നില്ലെന്ന് മാത്രം. എൻ്റെ ഉള്ളിലും എൻ്റെ ജീവിതത്തിലും പാപമുണ്ട്. അപ്പോൾ ചുറ്റുമുള്ളൊരു വ്യക്തിയെ ആ വ്യക്തിയുടെ തെറ്റിൻ്റെ പേരിൽ വിധിക്കുവാൻ ഞാൻ ആരാണ്? ദൈവസന്നിധിയിൽ എല്ലാവരെയും ദൈവം ഒരുപോലെ സ്നേഹിക്കുന്നില്ലേ? ഇന്നു മുതൽ നമ്മുടെ ചുറ്റും നമുക്ക് നോക്കാം. നമ്മുടെ വ്യക്തി ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒത്തിരിയേറെ വ്യക്തികളുണ്ട്. കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, സ്നേഹിതരായിട്ടുള്ള ഒത്തിരിയേറെ പേരുണ്ട്. അപരിചിതരായിട്ടുള്ളവർ പോലുമുണ്ട്. നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തികളെയും നമ്മൾ കാണുമ്പോൾ ചിലരോട് നമുക്ക് അകൽച്ചയായിരിക്കാം, ചിലരോട് നമുക്ക് ഇഷ്ടക്കേടുണ്ടാവാം, ചിലർ നമ്മളെ വേദനിപ്പിച്ചവരാവാം, ചിലർ നമ്മളെ പരിഹസിച്ചവരാവാം, നമുക്ക് തിക്താനുഭവങ്ങളും മുറിവുകളും നൽകിയവരാവാം. കർത്താവ് പറയുന്നത് കൂട്ടുകൂടാനല്ല. കർത്താവ് പറയുന്നത് ഒരു വ്യക്തി ഇഷ്ടപ്പെടാനല്ല, മറിച്ച് ഒരു വ്യക്തിയെ സ്നേഹിക്കാനാണ്. ഇഷ്ടത്തേക്കാൾ ഉപരിയാണ് സ്നേഹം. ഞാനൊരു വ്യക്തിയുടെ ഗുണഗണങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുകയില്ല, മറിച്ച് എൻ്റെ പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ, എൻ്റെ പിതാവ് എന്നോട് കാരുണ്യം കാണിക്കുന്നത് പോലെ എൻ്റെ ചുറ്റുമുള്ള ഓരോ വ്യക്തികളോടും, ഒരുപക്ഷെ അവരെന്നെ വേദനിപ്പിച്ചവർ പോലുമാകാം, അവരോട് കരുണ കാണിക്കാൻ, അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, അവരെ ദൈവസ്നേഹത്തിലേക്ക് നയിക്കാൻ, അവരുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഒരു ഇടപെടലിന് കാരണമാകുവാൻ എനിക്ക് സാധിക്കട്ടെ. അങ്ങനെയാണ് ശത്രുക്കളെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ അടുത്തേക്ക് അവരെ ഞാൻ കൊണ്ടുപോവുക. ഈ ഒരു കൃപയ്ക്ക് വേണ്ടി ഇന്നേ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ അൾത്താരയിൽ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും നമുക്ക് സമർപ്പിക്കാം. കാഴ്ചയർപ്പണത്തിൻ്റെ ഈ വേളയിൽ ഈശോയെ അവിടുത്തെ തിരുശരീര രക്തങ്ങളുടെ യോഗ്യതയാൽ എൻ്റെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും കൈക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, പ്രത്യേകമായിട്ടും എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തികളെയും സ്നേഹിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. ഓരോരുത്തരോടും കരുണ കാണിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. ഓരോ വ്യക്തികളെയും ദൈവസ്നേഹത്തിലേക്ക് നയിക്കുവാൻ, അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ എന്നെ ഒരുക്കണമേ, പഠിപ്പിക്കണമേ. എന്നോട് തെറ്റ് ചെയ്യുന്നവരോട്, എന്നെ വേദനിപ്പിക്കുന്നവരോട്, എനിക്ക് ദുഃഖങ്ങൾ കണ്ണുനീര് സമ്മാനിക്കുന്നവരോട് കാരുണ്യത്തോടെ ആയിരിക്കുവാൻ, അവരോട് ക്ഷമിക്കുവാൻ, അവരോട് ജീവിതത്തിൽ സ്നേഹത്തോടും മമതയോടും കൂടി പെരുമാറുവാൻ കർത്താവെ എന്നെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക്, കുടുംബ ജീവിതത്തിലേക്ക്, വ്യക്തിബന്ധങ്ങളിലേക്ക് കർത്താവെ കടന്നു വന്ന് വിശുദ്ധീകരിക്കുവാൻ പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ രോഗാവസ്ഥകളിലും സൗഖ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ആരോടെങ്കിലും നമ്മൾ ക്ഷമിക്കുവാനുണ്ടെങ്കിൽ ഈ നിമിഷം നമുക്ക് ക്ഷമിക്കാം. ക്ഷമയാചിക്കുവാനുണ്ടെങ്കിൽ ക്ഷമയാചിക്കാം. നമ്മുടെ എല്ലാ വേദനകളും സങ്കടങ്ങളും സഹനങ്ങളും ജീവിതഭാരങ്ങളും ക്ലേശതകളും കണ്ണുനീരും ഈശോയുടെ കുരിശിലെ സഹനത്തോട് ചേർത്ത്, അവിടുത്തെ കുരിശിലെ ബലിയോട് ചേർത്ത് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആശകളും പ്രതീക്ഷകളും ദൈവകൃപയാൽ ഫലമണിയുവാൻ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ അവിടുത്തെ കരങ്ങളിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ, കുടുംബാംഗങ്ങളെ ഓർത്ത് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മളിൽ നിന്ന് മരണം മൂലം വേർപെട്ടു പോയവരെ, പ്രത്യേകമായിട്ടും പ്രിയപ്പെട്ട അനീഷച്ചൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്നവരെ ഈ ബലിയിൽ നമുക്ക് ഓർക്കാം. പ്രത്യേകമായിട്ടും ഇന്നേ ദിവസം നമ്മുടെ പ്രാർത്ഥനകൾ ആവശ്യമുള്ളവരെയും ആവശ്യപ്പെട്ടിരിക്കുന്നവരെയും ഈ ബലിയിൽ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. രോഗികളായിട്ട് കഴിയുന്ന എല്ലാവരുടെയും സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. തകരുന്ന കുടുംബങ്ങളെ, കുടുംബ ബന്ധങ്ങളെ വിശുദ്ധീകരിക്കുവാൻ പ്രാർത്ഥിക്കാം. ദൈവകൃപയിൽ കർത്താവെ, ജീവിത ക്ലേശങ്ങളുടെ കടന്നു പോകുന്നവരെ കരം പിടിച്ചുയർത്തുവാൻ പ്രാർത്ഥിക്കാം. പാപത്തിൽ നിന്നും തഴക്കദോഷങ്ങളിലും വീണുപോയവരെ സ്നേഹത്തോടെ മാനസാന്തരത്തിലേക്ക് തിരികെ വിളിക്കുവാൻ പ്രാർത്ഥിക്കാം. യുവജനങ്ങൾ വിശുദ്ധിയിൽ വളരുവാൻ, പരീക്ഷകൾക്കും ജീവിതാന്തസ്ഥനുമായിട്ട് ഒരുങ്ങുന്നവരെ വിജയം നൽകി അനുഗ്രഹിക്കുവാൻ കരുണയാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ജോലിയിൽ ബുദ്ധിമുട്ടുന്നവരെ, വിവാഹ തടസ്സം നേരിടുന്നവരെ, കുഞ്ഞുങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നവരെ വിശുദ്ധീകരിക്കണമേ, ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, അങ്ങേ കരങ്ങളിലേക്ക് എല്ലാ വൈദികരെ, സന്യസ്തരെ സമർപ്പിക്കുന്നവരെ വിശുദ്ധീകരിക്കണമേ. കാരീസ്വാന്റെ ശുശ്രൂഷകരെ സമർപ്പിക്കുന്നു. കൈക്കൊള്ളണമേ, പവിത്രമാക്കണമേ. വിശ്വാസത്തെ പ്രതി പീഡ അനുഭവിക്കുന്നവരെ ധൈര്യപ്പെടുത്തണമേ. തിരുസഭയ്ക്ക് വേണ്ടിയും പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ പ്രാർത്ഥനകൾ ഒന്നു ചേർന്ന് ഈ അൾത്താരയിൽ കാഴ്ചയെ അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
ചെയ്യുന്നു യേശുവേ, അപ്പവും വീഞ്ഞിനുമൊപ്പം എന്നുള്ളവും ഉള്ളവയും നാഥ വിനയമോടേകിടുന്നു, വിനയമോടേകിടുന്നു. അർപ്പണം ചെയ്യുന്നു യേശുവേ, അപ്പവും വീഞ്ഞിനുമൊപ്പം എന്നുള്ളവും ഉള്ളവയും നാഥ വിനയമോടേകിടുന്നു, വിനയമോടേകിടുന്നു. സ്വീകരിക്കൂ നാഥായി കാഴ്ചകൾ, സ്വീകരിക്കൂ നാഥായി കാഴ്ചകൾ, പാവനമാക്കി നീ മാറ്റിടണേ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവമേ, മനുഷ്യകുലത്തിൻ്റെയും സമർപ്പിക്കുന്ന കാഴ്ചദ്രവ്യങ്ങളുടെയും സത്ത ഭോജനത്താൽ അങ്ങ് പരിപോഷിപ്പിക്കുകയും കൂദാശയാൽ നവീകരിക്കുകയും ചെയ്യുന്നുവല്ലോ. അവയുടെ സഹായം ഞങ്ങളുടെ ശരീരങ്ങൾക്കും മാനസങ്ങൾക്കും ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുത്തെ മരണം ഞങ്ങൾ സ്നേഹത്തോടെ ആഘോഷിക്കുന്നു. ഉദ്ധാനം ഞങ്ങൾ സജീവ വിശ്വാസത്തോടെ ഏറ്റുപറയുന്നു. മഹത്വത്തിലുള്ള വരവ് സുദൃഢമായ പ്രത്യാശയോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു. ആകയാൽ വിശുദ്ധരോടും സകല മാലാഖമാരോടും ചേർന്ന് അങ്ങേ സ്തുതിച്ചുകൊണ്ട് അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങി മഹിമകളാൽ നിറഞ്ഞു മഹിയും പിണ്ടലവും. ഓശാന ഓശാന അത്യുന്നതങ്ങളിൽ ഓശാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. ഓശാന ഓശാന അത്യുന്നതങ്ങളിൽ ഓശാന. മുട്ടന്മേലായിരിക്കാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും
ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പസ്തോലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്.
ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവെ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. എന്നില്ലാലിഞ്ഞു നീ ഞാനായി തീരുമ്പോൾ, നിന്നില്ലാലിഞ്ഞു ഞാൻ നീയായി തീർന്നിടാം. എത്ര നാളായി കൊതിച്ചിടുന്നു നാഥാ, എന്നെ നീയാക്കി മാറ്റിടേണമേ. എന്നില്ലാലിഞ്ഞു നീ ഞാനായി തീരുമ്പോൾ, നിന്നില്ലാലിഞ്ഞു ഞാൻ നീയായി തീർന്നിടാം. എത്ര നാളായി കൊതിച്ചിടുന്നു നാഥാ, എന്നെ നീയാക്കി മാറ്റിടേണമേ. എൻ്റെ ഈശോയെ ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും. എൻ്റെ ഈശോയെ ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ സ്വീകരിച്ച അങ്ങേ ഈ ദിവ്യഭോജനം അങ്ങിലുള്ള വിശ്വാസികളുടെ ഐക്യം സൂചിപ്പിക്കുന്ന പോലെ അങ്ങേ സഭയിൽ അത് ഐക്യത്തിൻ്റെ ഫലമുളവാക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദിവ്യപൂജ സമാപിച്ചു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ പോകുവിൻ. ദൈവത്തിന് നന്ദി. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഞങ്ങളുടെ നാഥയും സഹായമായ പരിശുദ്ധ കന്യകാമറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബങ്ങളുടെ കാവൽക്കാരനായ വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫ്രാൻസിസ് സാലസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മുട്ടിന്മേലായിരിക്കാം. ആരാധനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. ആരാധന ആരാധന ആയിരം
ആരാധന ആരാധന ആത്മാവിലാരാധന. 1000